ഉത്തരേന്ത്യയിൽ നിങ്ങൾ ഈടിനിറക്കിയിട്ട് വരട്ടണമായിരുന്നും നമ്മളെ വരട്ടാൻ വരരുത്. ഇത് പാർട്ടി വേറെയാണ്, CPM ആണ്. മടിക്കാനുണ്ടെങ്കിലേ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. കോൺഗ്രസ്സുകാർ ചിലപ്പോൾ അങ്ങനെ വരട്ടെ, ചിലപ്പോൾ പ്രതിരോധിക്കാതിരിക്കും. കാരണം കോൺഗ്രസ്സുകാർക്കൊന്നും എന്താണ് സാധാരണക്കാരൻ്റെ വികാരം അറിയില്ല, ഓരൊക്കെ കാരണം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ്സുകാരാണല്ലോ ഏറ്റവും കൂടുതൽ BJPയിലേക്ക് പോയിട്ടുള്ളത്. കാരണം അവരടിച്ചു മാറ്റിയ പൈസ പുറത്ത് വരുമെന്ന് പറയുമ്പോൾ അവരെ ഭയപ്പെടുത്തിയിട്ട് അവരേക്ക് കൊണ്ടുപോകുക. ആ ഒരു രീതിക്ക് ഇടതുപക്ഷത്തിൻ്റെ നേരക്ക് വന്ന ഇടതുപക്ഷത്തിന് അതൊരു വിഷയമല്ല. കാരണം കനമുള്ളവനെ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലാക്കിക്കോളും. ഓക്കെ, ഞങ്ങളങ്ങനെ പേടിച്ചു പോവില്ല. ആ ഗണത്തിൽപ്പെട്ട ടീമല്ല ഇടതുപക്ഷക്കാർ. ഇവിടെ പ്രതിരോധം തീർക്കുന്നയും EDക്കെതിരായിട്ട് പ്രതിരോധം തീർത്ത ഇന്ത്യയിലിപ്പോൾ ഇടതുപക്ഷം തന്നെ ഉള്ളു ഉണ്ടാകുക. അതിവിടെ കാണും ചെയ്തില്ലേ. ഞങ്ങൾ സാധാരണ വർഗം, തൊഴിലാളി വർഗ പാർട്ടിപ്പെട്ട ആൾക്കാർ അതൊക്കെ കണ്ടില്ലേ, അധ്വാനിക്കുന്ന കൈയാണ്. ഇതിനൊക്കെ താമ്പൂണം നിങ്ങളമാതിരി കോൺഗ്രസിൻ്റെയും BJPയുടെ മാതിരി നക്കി തിന്ന് പരിചയമുള്ള ആളുകളിൽ പെട്ടതല്ല. പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സവർക്കർ എന്ന് പറയുന്നത്, സതീശൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതല്ല, തന്നെ വേണ്ടിയിട്ട് 2 ദിവസം മുന്നേ പ്രധാനമന്ത്രിനെ പോയി കണ്ട് ഡീൽ ഉറപ്പിച്ചു വന്നതാണ്. അതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു സംഖ്യകൾ വന്നു പോണത് എൻ്റെ വീഡിയോതാ. പിണറായിയുടെ വീട്ടിൽ കയറി ഇറങ്ങിയേക്ക് പറഞ്ഞില്ലേ, എന്താണ് കിട്ടി എഴുതി തരണം എന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്ന് എഴുതി കൊടുത്തു. എൻ്റെ താങ്ങിയെ വെക്കാൻ ആളുണ്ടായിരുന്നില്ലേ. പിന്നെ പോലീസിനെ വിട്ട് മറ്റുള്ളവരെ വിട്ടിട്ടൊക്കെ കണ്ട് ഉലത്താമെന്ന് വിചാരിച്ച ആളുകളുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിക്ക് തോന്നുന്നുണ്ടാവും അങ്ങോട്ട് ഉലത്താമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾക്ക് 1, 2, 3, 4 ഉള്ളിൽ പോയി കിടക്കാൻ യാതൊരു മടലില്ല. സെൻട്രൽ ACയിൽ ഇരിക്കണം നിങ്ങളുടെ നേതാക്കന്മാരുള്ള ആളുകളോ അണികളോ അല്ല. ഞങ്ങളിൽ 10 ദിവസം പോയി കടക്കേണ്ടി വന്നാലും പോയി കടന്നിട്ട് വരും. ഒരു ആവശ്യത്തിനായതുകൊണ്ട് പേടിപ്പിച്ചിട്ട് ഭരണം നടത്താന്നുള്ള ധാരണ അതുകൊണ്ട് അത് കേരളമാണ്. ഇവിടെ ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇടതുപക്ഷം ഒന്നുള്ളൂച്ചാ ഒരെണ്ണം മതി ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളെ പാർട്ടി ഓഫീസിലേക്ക് വന്ന് കയറാൻ വേണ്ടി നിന്ന പോലീസന്മാർ തടയും. എൻ്റെ ധൈര്യം ഉണ്ടാകാറുണ്ട് പോലീസിന്, കേരള പോലീസിന് ധൈര്യം ഉണ്ടാകാറുണ്ട്. എൻ്റെ മെയിൻ ഉദ്യോഗസ്ഥരൊക്കെ വന്നിരുന്നല്ലോ, അവിടെ കൊടുന്ന് ഹാജരാക്കി തരുന്ന പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആളുകളാണ്. അത് പറഞ്ഞ മാതിരി ചെയ്യും. ആ വീഡിയോ ഇതൊക്കെ ഒന്നാൾ കണ്ടോളി. ശ്രീജ, പോലീസിനെ മടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവരെ പോലീസുകാരോട് ഇവിടെ അണിനിരക്കാൻ പറഞ്ഞു DCP. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർച്ച് ചെയ്യുന്നു. CPM മുന്നോട്ട് വെച്ച നിലപാട് പോലീസ് പ്രതികളിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഓഫീസിൽ നിന്ന് എടുക്കുന്നില്ല. പകരം പോലീസ് സ്റ്റേഷനിൽ CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാക്കാമെന്നുള്ളത്. തിരിച്ചു മാർച്ച് ചെയ്യുകയാണ് പോലീസ്. DCP നിർദ്ദേശം നൽകിയിരിക്കുന്നു, തിരിച്ചു മാർച്ച് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് ആ പോലീസുകാർ മടങ്ങുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അവരെ പാളയത്തേക്ക് മാറ്റിയിരിക്കുന്നു. പാളയം ജംഗ്ഷൻ അണ്ടർപാസിന്റെ സമീപത്തേക്ക് ആ റോഡിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ആ വലിയൊരു വിന്യാസം അവിടെ നിന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നു പോലീസ്. അപ്പോൾ ഇനി എന്താണ് അടുത്ത നീക്കം? പക്ഷേ അവിടെ നിന്ന് പൂർണ്ണമായും പോലീസ് പിൻവലിച്ചിട്ടില്ല. ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ചാർജ് ചെയ്യാൻ നിന്ന അവിടെ പ്രവർത്തകരെ അതിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുതകുന്ന രീതിയിൽ വിന്യസിച്ചിരുന്ന പോലീസുകാരെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അത് DCP CPM നേതാക്കൾ DGP തലത്തിൽ, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ IPS തലത്തിൽ നടന്ന ചർച്ച DCP തപോഷാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത്. CPM നേതാക്കളുമായി സംസാരിച്ചത്. പക്ഷേ അവിടെ കൊണ്ടും കാര്യങ്ങൾ നീങ്ങിയില്ല. V. ശിവൻകുട്ടി DGPയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തപോഷ് തൻ്റെ ഫോണിൽ DGPയെ ഫോണിൽ കണക്ട് ചെയ്ത് കൊടുത്തു. ആ ചർച്ചയിലാണ് V. ശിവൻകുട്ടി DGPയോട് പറഞ്ഞത് ഞങ്ങൾ പ്രതികളെ ഹാജരാക്കാം എന്നുള്ളത്. പക്ഷേ അതിന് DGP എന്താണ് മറുപടി നൽകിയത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അതിനുശേഷം ബ്രിട്ടാസ് വന്ന് തപോഷിനോട് പറഞ്ഞത്, DCPയോട് പറഞ്ഞത്, ഇങ്ങനെ ഈ വിന്യാസം ഈ പാർട്ടി ഓഫീസിന് മുന്നിൽ പറ്റില്ല എന്നുള്ളതാണ്. ഈ പിടിവണ്ടിയും പോലീസുകാരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റണം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് പ്രതികളെ പിടിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് ബ്രിട്ടാസ് എടുത്തു. അതിനൊപ്പം തന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണിച്ചു തന്ന പ്രതികളെന്ന് സംശയിക്കുന്നവരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാം, CPM നേതാക്കൾ ഹാജരാക്കാം എന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശ്രീജ.